ലോകരക്ഷയ്ക്കായുള്ള പാപപരിഹാര ബലിക്ക് ദൈവം തന്റെ ഏകപുത്രനെ തിരഞ്ഞെടുത്ത വിവരം വാക്കായി പിറന്നു വീണത് പ്രവാചകനായ യെശയ്യായുടെ നാവിലാണ്. ആ വാക്കുകൾ മാനവരാശിക്ക് വഴിയായി, സത്യമായി, ജീവനായി. മനുഷ്യരെ അസഹ്യപ്പെടുത്തുന്നത് പോരാഞ്ഞിട്ടാണോ എന്റെ ദൈവത്തിന്റെ ക്ഷമ പരീക്ഷിക്കുന്നത്? അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. രക്ഷകന് ജന്മം കൊടുക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത കന്യക എളിയവരിൽ എളിയവളായ, നന്മ നിറഞ്ഞവളായ, ഭാഗ്യവതിയായ മേരി. സർവശക്തനായവന്റെ വലിയ പദ്ധതികളെക്കുറിച്ച് ബോധ്യമാകാതെ തികച്ചും മാനുഷികമായ ചിന്തകളാൽ ആകുലപ്പെട്ടുപോയി മേരിയുടെ പ്രതിശ്രുത വരൻ ജോസഫ്. മംഗളവാർത്ത ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ മേരിക്ക് അവർക്ക് ചുറ്റും ജീവിച്ചിരുന്ന കുറച്ചു മനുഷ്യർക്കും നേരിടേണ്ടി വന്ന മാനസിക സംഘർഷങ്ങളുടെ തികച്ചും മാനുഷികമായ ഭാവന അവതരിച്ച വചനം. എന്തായി? വിരുന്നിന്റെ വിഭവങ്ങളൊക്കെ ഇനി തയ്യാറായി കഴിഞ്ഞില്ലേ? അവരിന് എത്താറായി. എല്ലാം തയ്യാറായി കഴിഞ്ഞു. പറഞ്ഞതെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇനി വിളമ്പിയ മാത്രം മതി. മറിയമോ ചടങ്ങ് പോലെ നീങ്ങുമെന്നാ പറയാറ്. ഇല്ല, അവൾ അറിയില്ലേ യോവാക്യം. സ്ത്രീയുടെ അഴക് ആന്തരികമാണെന്ന് കുട്ടിയായിരിക്കുമ്പോഴേ മനസ്സിലാക്കിയവളാ എന്റെ മോള്. വിവാഹ നിശ്ചയമാണെന്ന് കരുതി അവൾ അങ്ങനെ മതി മറക്കുന്ന കൂട്ടത്തിലല്ല. ഞാൻ പൊതുവെയുള്ള രീതി അനുസരിച്ച് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് അവളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമല്ലേ? അവൾ ഇന്നൊന്ന് സന്തോഷിച്ചെന്ന് വെച്ച് ഒരു കുഴപ്പമില്ല. അവരിലെത്തി ചെല്ലി എല്ലാവരോടും പറയാം. ഇനി എല്ലാം നല്ല ക്രമപ്രകാരമാണ്. ഒന്നിനും ഒരു കുറവും പിഴവും വരാൻ പാടില്ല. ഞാൻ കുറച്ചു നേരമായി കാത്തിരിക്കുകയായിരുന്നു. ഇല്ല, മനസ്സിലെ സന്തോഷം കൊണ്ട് കാത്തിരിപ്പൽപ്പം നേരത്തെയായി. അത്രയേ ഉള്ളൂ. എന്താ? അതെ അതെ, വേണം. ഇത് അബ്രഹാമിന്റെയും ദാവീദിന്റെയും വംശപരമ്പരയിൽ ജനിച്ച മഹാനപുത്രൻ യാക്കോബ്, ചെറുക്കന്റെ അമ്മ. ഇത് യോവാക്യം. കുടുംബമൊക്കെയും പാരമ്പര്യവും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ബോധിച്ചതുകൊണ്ടാണല്ലോ നമ്മൾ ഇങ്ങോട്ട് വന്നത്. അതെ, യോവാക്യം എങ്കിൽ പിന്നെ പെൺകുട്ടിയെ വിളിക്കേ. അതെ, വിളിക്കാം. അന്നാ അന്നാ. വന്നാട്ടെ വന്നാട്ടെ, ഇങ്ങോട്ട് നിന്നാട്ടെ. എല്ലാവരും പെൺകുട്ടിയൊക്കെ നന്നായിട്ട് കണ്ടോട്ടെ. അതാണ് ജോസഫ്. ഇതാണ് മറിയം. ഞങ്ങൾ പാരമ്പര്യത്തിൽ രാജാക്കന്മാർ വരെയുള്ള വംശമാണ്, അറിയാമല്ലോ. എങ്കിലും വിധിച്ചത് നരപ്പണിയാണ്. ഉപജീവനമാർഗം അതാണ് എനിക്കും എന്റെ മോനും. അഭിമാനത്തോടെ അന്തസ്സോടെ അധ്വാനിച്ച് കഴിയുന്നവരാണ് ഞങ്ങൾ. ദൈവത്തിനും നിയമങ്ങൾക്കും നിരക്കാത്ത ഒന്നും ചെയ്ത വഴക്കം ഞങ്ങളുടെ കുടുംബത്തിലില്ല. ഞങ്ങളും വ്യത്യസ്തമല്ല. ഉപജീവനമാണ് കൃഷിയാണ്. അഭിമാനത്തോടെ ഞങ്ങളത് ചെയ്യുന്നു. ദൈവത്തിനും നിയമങ്ങൾക്കും വിധേയരായി തന്നെ. സന്തോഷം. എല്ലാം ചിട്ടയോടെ നടക്കണമെന്ന് നിർബന്ധമുള്ളതാണ് ഞാൻ. പിന്നെ ഇവരെ നിങ്ങൾക്ക് ബോധിച്ചെങ്കിൽ നമുക്ക് വിവാഹമാക്കാൻ നടത്താം എന്ന് പറയുന്നു. നിങ്ങൾക്ക് എന്റെ മകളെ ബോധിച്ചതിൽ സന്തോഷം. അന്നാ മറിയം
വിവാഹ വാഗ്ദാനത്തിന് നിങ്ങൾക്ക് തടസ്സങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല, ജോസഫിന് എനിക്ക് ഇഷ്ടമായി. മറിയത്തിനും അത് തന്നെയാ മനസ്സ്. എങ്കിൽ പിന്നെ നമുക്ക് തുടങ്ങാം. ജോസിയ, അബ്രഹാമിന്റെ വംശപരമ്പരയിൽ ജനിച്ച യാക്കോബിന്റെ പുത്രൻ നസ്രത്തിൽ വസിക്കും ജോസഫും, ലേവിയുടെ ഗോത്രത്തിൽപ്പെട്ട യോവാക്കീമിന്റെ പുത്രി മറിയവും തമ്മിൽ ദൈവനിശ്ചയപ്രകാരം വിവാഹം ചെയ്തതാണ് ഇതിനാൽ വാഗ്ദാനം ചെയ്തു. വിവാഹം നടന്നിരിക്കുന്നു. ഇന്നു മുതൽ മകൻ ജോസഫിന് സ്വന്തമാണ്. വിവാഹമാവരെ സ്വന്തത്തിൽ താമസിക്കുമെങ്കിലും മകത്തിന് ഇനി എല്ലാം ജോസഫാണ്. വരൂ വരൂ, നമുക്ക് അകത്തേക്ക് പോകാം. എല്ലാവരും വരൂ. എന്റെ ഈ എളിയ വിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കൂട്ടുബന്ധം ആഗ്രഹിച്ചപ്പോൾ എന്റെ മനസ്സിൽ കഴിഞ്ഞ